റോബിൻ രാധാകൃഷ്ണൻ വേദലക്ഷ്മി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയമാണല്ലോ. ഇരുവരെ നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ്. കഴിഞ്ഞ ദിവസമായിരുന്നു വേദലക്ഷ്മി റോബിൻ രാധാകൃഷ്ണനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നത്. അതായത് പലതവണയെ കടം മേടിച്ച് ഏകദേശം 8 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ വോയിസ് ഒന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ട്രാൻസാക്ഷൻസിൽ ഇനി ബാക്കി എനിക്ക് തരാനുള്ളത് 8 ലക്ഷം രൂപയാണ്. അത് തരാമെന്ന് പറഞ്ഞ ഡേറ്റിൽ തന്നിട്ടില്ല. തന്നേക്കാം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഇപ്പോഴും കിടക്കുന്നുണ്ട്. ആളത് ഇപ്പോൾ ഒന്നും തരാനില്ല എന്നുള്ള രീതിയിലും വേറെ ആൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കാമെന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. പക്ഷേ ആളുടെ തന്നെ മെസ്സേജും കാര്യങ്ങളും ഇപ്പോഴും എൻ്റെ ഫോണിലുണ്ട്. ഇതിന് മുന്നേ ചെറിയ ചെറിയ എമൗണ്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 1 ലക്ഷം അങ്ങനെയൊക്കെ പറഞ്ഞ് വാങ്ങിച്ചിട്ട് അത് സമയത്തിന് തിരിച്ചു തന്ന് ഒരു വിശ്വാസം നേടിയെടുത്തതിന് ശേഷമാണ് 1 ലക്ഷം 3 ലക്ഷം അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു ടോട്ടൽ 8 ലക്ഷം രൂപ വന്ന് നിൽക്കുന്നത്. കേട്ടില്ലേ, റോബിൻ രാധാകൃഷ്ണൻ പലപ്പോഴേ കാശ് കടം വാങ്ങി അത് തിരിച്ചു കൊടുത്തിട്ടൊരു വിശ്വാസം നേടിയെടുത്തതിന് ശേഷമാണ് വേദലക്ഷ്മിയെ പറ്റിച്ചതെന്നാണ് പുള്ളി പറഞ്ഞത്. ഈ വിഷയം ഞാൻ എടുക്കാൻ കാരണം ഒരു റിയാക്ഷൻ എന്നതിലുപരി ഒരു അഡ്വൈസ് തരാനുണ്ട്. ജീവിതത്തിൽ ആരെയും പണം കൊടുത്ത് സഹായിക്കരുത്. അതിപ്പോ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, ആരെയും സഹായിക്കരുത്. കാരണം പണം കൊടുക്കുമ്പോൾ അവർ സന്തോഷത്തോടെ മേടിക്കും, പക്ഷെ തിരിച്ചു ചോദിക്കുമ്പോഴായിരിക്കും തനിക്ക് ഗുണം കാണുന്നത്. ചിലപ്പോൾ അത് വഴക്കിലും അല്ലെങ്കിൽ കൊലപാതകത്തിലും കലാശിക്കും എന്നതാണ് സത്യാവസ്ഥ. ഇത്തരം പ്രശ്നങ്ങൾ കാരണം എത്രയോ നല്ല ബന്ധങ്ങൾ, ചേട്ടനനുജന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ കൂട്ടുകാരോ കൂട്ടുകാരികളോ ആയിക്കോട്ടെ, എത്രയോ ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പണം വേണമെങ്കിൽ വല്ല EMI ആയിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് ലോൺ ആയിട്ടോ എടുക്കുക. കാരണം ഗോൾഡിന്റെ കേസിൽ ഇപ്പൊ തിരിച്ചടക്കാൻ പറ്റിയില്ലെങ്കിൽ ഗോൾഡ് പോകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ലോൺ ആയിട്ടാണ് എടുത്തേക്കണെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ താഴ്ന്നു പോകും. എന്നാലും ഈ കാണുന്ന ശാന്തി, സമാധാനവും ബന്ധങ്ങളും ഐക്യങ്ങളും എന്ന് നിലനിൽക്കും എന്നതാണ് സത്യാവസ്ഥ. പിന്നെ ജീവിതത്തിൽ ആരെ പറ്റിച്ച് എന്ത് നേടിയെന്ന് പറഞ്ഞാലും അത് ഒരിക്കലും നിലനിൽക്കില്ല. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതായത് നീ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നിന്നെ തേടി വരും. നീ ആരെങ്കിലും പറ്റിച്ച് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ നാളെ നിന്നെയും ജീവിതത്തിൽ ആരെങ്കിലും പറ്റിക്കും എന്നതാണ് സത്യാവസ്ഥ. നേരായ വഴിക്ക് എന്തൊക്കെ നേടിയിട്ടുണ്ടോ അത് മാത്രമേ നമ്മൾക്കും നമ്മുടെ തലമുറകൾക്കും ഉതകുള്ളൂ. പിന്നെ പണ്ട് കാരണവന്മാർ പറഞ്ഞത് എത്രയോ സത്യമാണ്. പണം എന്ന് പറയുന്നത് ആളെ കൊല്ലി തന്നെയാണ്. എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.